വിപണിയിൽ ചോരപ്പുഴ ഒഴുകുക എന്ന് സാധാരണ പറയാറുണ്ട്. അത്തരമൊരു ദിവസമാണിന്ന് ഇന്ത്യൻ വിപണിയിൽ. എല്ലാ മേഖലകളിലെയും ഓഹരികൾ ഇന്നത് എന്നില്ല താഴോട്ട് പോയി. ഏറ്റവും കൂടുതൽ പോയത് സാധാരണഗതിയിൽ വലിയ കോലാഹലങ്ങളൊന്നും ഉണ്ടാകില്ലാത്ത സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് തുടങ്ങിയിട്ടുള്ള ഇനം ഓഹരികളിലാണ്. സാധാരണ വലിയ മാറ്റങ്ങളെല്ലാം ഇൻഡെക്സുകളെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട വലിയ ഓഹരികളിലാണ് സംഭവിക്കാറ്. മറ്റോഹരികൾ ചെറുതായിട്ട് കയറും, ചെറുതായിട്ട് താഴും എന്ന രീതിയിൽ മുന്നോട്ട് പോവുകയും താഴോട്ട് പോവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇന്ന് അതല്ല സംഭവിച്ചത്. ഇന്നല്ല, 2-3 ദിവസമായിട്ട് തന്നെ സംഭവിക്കുന്നത് സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് ഓഹരികൾ കുത്തനെ ഇടിയുകയാണ്. ആ ഇടിവ് ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിൻ്റെ ഏതാണ്ട് ഇരട്ടി വേഗത്തിലായി. മിഡ് ക്യാപ്പ് ഓഹരികൾ ഇന്ന് 4.5% ഇടിഞ്ഞത്. സ്മോൾ ക്യാപ്പ് ഓഹരികൾ 5.25% ഇടിഞ്ഞു. അതിനേക്കാളും ചെറിയ മൂലധനമുള്ള മൈക്രോ ക്യാപ്പുകളുടെ ഓഹരികൾ ഇന്ന് 7% ഒരവസരത്തിലിടിഞ്ഞു. അപ്പോൾ ഇത്തരം വലിയ തകർച്ചകൾ വരുമ്പോൾ എന്താണ് കാരണമെന്നുള്ളതിനെപ്പറ്റി പ്രത്യേകം ചിന്തിക്കേണ്ടതില്ല. സാധാരണഗതിയിലുള്ള വിപണി സംഭവവികാസങ്ങളൊന്നും അല്ല ഇത്. വിപണിയിൽ ഇടയ്ക്കിടയ്ക്ക് കയറ്റവും ഇടയ്ക്കിടയ്ക്ക് ഇറക്കവും ഉള്ളതാണ്. പക്ഷേ അതല്ല ഇപ്പോൾ സംഭവിക്കുന്നത്. ഇപ്പോൾ സംഭവിക്കുന്ന ഇന്ത്യൻ വിപണിയിൽ പതിവായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ദീർഘകാലമായിട്ട് നിലനിൽക്കുന്നതായ മാർജിൻ വ്യാപാരം പോലുള്ള പ്രവണതകളിലെ അപകടങ്ങളാണ് വന്നു ഭവിച്ചിരിക്കുന്നത്. വ്യാപാരത്തിൽ ഏർപ്പെടുന്നവർ സാധാരണഗതിയിൽ വാറൻ ബഫറ്റിനെ പോലെയോ ജുൻജുൻവാലയെ പോലെയൊക്കെ ദീർഘകാല നിക്ഷേപങ്ങളല്ല നടത്താറ്. എല്ലാവർക്കും വാങ്ങണം, പെട്ടെന്ന് തന്നെ വിൽക്കണം, ലാഭം എടുക്കണം, വീണ്ടും വാങ്ങണം, വീണ്ടും വിറ്റ് ലാഭം എടുക്കണം എന്നൊക്കെയുള്ള ശീലമാണുള്ളത്. അപ്പോൾ അങ്ങനെ എന്തോ ചെയ്യുന്നതാണ് പ്രധാനപ്പെട്ട നിക്ഷേപ പരിപാടി എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവരുണ്ട് ധാരാളം. അതല്ലാതെ ഏതെങ്കിലും ഒരു സെറ്റ് ഓഹരികൾ വാങ്ങി സൂക്ഷിച്ച് വർഷങ്ങൾ കഴിഞ്ഞ് അതിൻ്റെ വളരെ വലിയ തോതിലുള്ള ലാഭവും അതിനിടയ്ക്കുള്ള ഡിവിഡൻറ്റും എല്ലാം എടുത്ത് ആഘോഷമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമെന്നല്ല വിചാരിക്കുക. എല്ലാവരും ഊഹക്കച്ചവടങ്ങളും അതിൻ്റെ വകയായിട്ടുള്ള ചൂതാട്ടങ്ങളും ഒക്കെ നടത്താറുണ്ട്. അപ്പോൾ അത്തരം പരിപാടികൾക്ക് പോകുമ്പോൾ സ്വന്തം കയ്യിലുള്ള പണം മാത്രം മതിയാകില്ല. സ്വാഭാവികമായിട്ടും ബ്രോക്കറേജുകൾ ഇവർക്ക് സഹായത്തിന് വരും. നിങ്ങൾക്ക് നിങ്ങളുടെ ഓഹരികളുണ്ടല്ലോ, ആ ഓഹരികൾ ഈട് സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് ഫൈനാൻസ് ചെയ്യാം, നിങ്ങളതിൻ്റെ നിശ്ചിത ശതമാനം ഓഹരി തുക അടച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ മാർജിൻ ട്രേഡിങ് എന്നറിയപ്പെടുന്ന ഇത്, അതിൻ്റെ രീതികളൊക്കെ ഓരോ ബ്രോക്കറേജിനും ഓരോന്നായിരിക്കും. അല്ലെങ്കിൽ വായ്പ നൽകുന്ന ധനകാര്യ സ്ഥാപനങ്ങളനുസരിച്ച് അതിൻ്റെ രീതികളിലും ചെറിയ വ്യത്യാസങ്ങൾ വരാം. എന്തായിരുന്നാലും കയ്യിലില്ലാത്ത പണം ഉപയോഗിച്ച് വ്യാപാരം നടത്താൻ സഹായിക്കുന്ന സംവിധാനമാണിത് എന്ന് മാത്രം മനസ്സിലാക്കുക. ഈ മാർജിൻ ട്രേഡിങ് വളരെ സുഗമമായിട്ട് മുന്നോട്ട് പോകുന്ന ഒന്നാണ്. വിപണി ഇങ്ങനെ ക്രമമായിട്ട് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ. അപ്പോൾ വിപണി സ്ഥിരമായിട്ട് അങ്ങനെ പൊങ്ങുകയില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ഇടയ്ക്കിടയ്ക്ക് വിപണി താഴോട്ട് പോകും. ഇടയ്ക്കിടയ്ക്കുള്ള വിപണി ഇടിവ് എന്ന് പറയുന്നത് ചെറിയ ദിവസങ്ങളിലേക്ക്, 1-2 ദിവസങ്ങളിലേക്ക് അല്ലെങ്കിൽ ഏതാനും 1-2 ആഴ്ചകളിലേക്ക് മാത്രം നിൽക്കുകയാണെങ്കിൽ പലർക്കും വലിയ പ്രശ്നമില്ല. അതിനിടയിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഫിനാൻസ് അറേഞ്ച് ചെയ്ത് ഈ ട്രേഡിങ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ലാഭകരമാകുമ്പോൾ മാത്രം വിറ്റാൽ മതിയാകും. പക്ഷേ അങ്ങനെ അല്ലാതെ വരുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ 2-3 ഘടകങ്ങൾ അടുത്ത ദിവസങ്ങളിൽ സംഭവിച്ചു. മാർജിൻ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ മാർജിനായിട്ട് നൽകിയിരിക്കുന്ന ഓഹരികളുടെ വില കുറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ബ്രോക്കറേജുകളും ധനകാര്യ സ്ഥാപനങ്ങളും അവരോട് കൂടുതൽ മാർജിൻ ആവശ്യപ്പെട്ടു. അല്ലെങ്കിൽ ഒന്നുകിൽ കൂടുതൽ ഓഹരികൾ സമർപ്പിക്കണം, അതല്ലെങ്കിൽ കൂടുതൽ പണം അടയ്ക്കണം, അതല്ലെങ്കിൽ അവർ ഓഹരികൾ വിൽക്കും. അപ്പോൾ പണം കൊണ്ടുവരാൻ ഇല്ലാത്തവരെ സംബന്ധിച്ച് അവർക്ക് വിൽപ്പന എന്നത് മാത്രമാണ് മാർഗം. അങ്ങനെ ധാരാളം പേര് വിൽക്കുന്നുണ്ട്. ഇതിനിടയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സെബിയുടെയും മ്യൂച്വൽ ഫണ്ടുകളുടെ നിയന്താവായ ആംഫിയുടെയും ഒക്കെ പ്രസ്താവനകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. റിസർവ് ബാങ്ക് ചില പ്രസ്താവനകളൊക്കെ നടത്തി. അതിൻ്റെ എല്ലാം കാതലൊന്നു തന്നെയാണ്. പല പല ഓഹരികളിലും, പ്രത്യേകിച്ചും ചെറുകിട ഓഹരികളിൽ ഒത്തിരിയേറെ കൃത്രിമങ്ങൾ നടക്കുന്നുണ്ട്. അത് IPO ഘട്ടം മുതൽ പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരം നടപടികളാണ് ഈ അടുത്ത കാലത്ത് ചില സ്ഥാപനങ്ങൾക്കെതിരെ തന്നെ നടപടിക്ക് വഴിതെളിച്ചത്. അപ്പോൾ അതുകൾ അനുവദിക്കാൻ സെബിയും മറ്റും ഉദ്ദേശിക്കുന്നില്ല. സെബിയുടെ മേധാവി മാധവി പുരീപിച്ച് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തി തന്നെ അക്കാര്യം വ്യക്തമാക്കി. അതായത് ഈ രംഗത്ത് ഉള്ള തട്ടിപ്പുകൾ തുടരാൻ അനുവദിക്കില്ല എന്ന്. സ്വാഭാവികമായിട്ടും അത് ഒത്തിരിയേറെ പേരുടെ ബിസിനസ് ഇടപാടുകളെ, ബിസിനസ് രീതികളെ ചോദ്യം ചെയ്യുന്നതായിരുന്നു. സ്വാഭാവികമായിട്ടുള്ള തകർച്ചയുണ്ട്. പിന്നെ മാർച്ച് മാസത്തിലൊരു പ്രത്യേകതയുണ്ട്. മാർച്ച് 15 ആകുമ്പോഴേക്കും അഡ്വാൻസ് ടാക്സ് അടയ്ക്കാൻ
സ്ഥാപനങ്ങൾ, വ്യവസായ സ്ഥാപനങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും ബ്രോക്കറേജുകളൊക്കെ നിർബന്ധമാവും. അപ്പോൾ അവരെ സംബന്ധിച്ചും അതുകൾ അടയ്ക്കണം. അതുപോലെ ഈ ഓഹരി വ്യാപാരത്തിൽ നിന്ന് പണം സമ്പാദിക്കുന്നവർക്കും ഈ മാർച്ച് 15-ന് തുക അടയ്ക്കണം. അപ്പോൾ ഈ മാർച്ച് ഇഫക്റ്റ് എന്നാണ് അത് പറയപ്പെടുന്നത്. ആ അവസരത്തിൽ സർക്കാരിൽ പണം അടയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കയ്യിൽ ഓഹരി ഉണ്ട് എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഞങ്ങൾ വ്യാപാരത്തിൽ ഇത്ര ലാഭം ഉണ്ടാക്കി അതിൻ്റെ വകയായിട്ട് ഇത്ര ലക്ഷം രൂപ അടയ്ക്കുന്നു എന്നുള്ളത് അറിയിക്കണം, അത് അടയ്ക്കുകയും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പണം സമാഹരണം, അത് പലപ്പോഴും ഓഹരികൾ വിറ്റൊക്കെ ആയിരിക്കും ആ പണം സമാഹരിക്കുക. ഇതിനെല്ലാം പുറമെ അടുത്ത നാളിൽ മറ്റൊന്ന് സംഭവിച്ചു. ദുബായ് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഹരിശങ്കർ ടിബർവാല എന്ന് പറയുന്ന ഒരു പ്രമുഖ ഹവാല ഓപ്പറേറ്റർ, അദ്ദേഹത്തിൻ്റെ ബിസിനസ് സ്ഥാപനങ്ങളിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചില പരിശോധനകളൊക്കെ നടത്തി. അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, അദ്ദേഹവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു 13 സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും ഓഫീസുകളും സ്ഥാപനങ്ങളുമൊക്കെ പരിശോധിച്ചു. സ്വാഭാവികമായിട്ടും ഹവാല ഓപ്പറേറ്റർ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഇന്ത്യൻ വിപണിയിൽ വലിയ തോതിൽ പണം മുടക്കിയിട്ടുള്ളൊരു വ്യക്തിയും കൂടെയാണ് ടിബർവാല. അതിൻ്റെ ക്ഷീണവും ഇന്ത്യൻ വിപണിയിൽ ഈ ദിവസങ്ങളിൽ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒത്തു വന്നു കഴിഞ്ഞപ്പോൾ സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ്, മൈക്രോ ക്യാപ്പ് തുടങ്ങിയ ഓഹരികളൊക്കെ കുത്തനെ ഇടിയുകയും മറ്റ് ഓഹരികൾ അതിൻ്റെ പിന്നാലെ പലപ്പോഴും പല ഓഹരികളും താഴോട്ട് പോകുന്നത് അതുകൾ താഴോട്ട് പോകേണ്ടതുകൊണ്ടല്ല, പലരുടെയും മാർജിൻ നിബന്ധനകൾ പാലിക്കാൻ വേണ്ടിയിട്ട് വിൽക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് അങ്ങനെ താഴോട്ട് പോകേണ്ടി വരുന്നത്. അങ്ങനെ ആ രീതിയിൽ മറ്റ് വലിയ സൂചികകളും ഇടിയുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ മിഡ് ക്യാപ്പ് ഓഹരികൾ ഏതാണ്ട് 7% ഇടിഞ്ഞു, സ്മോൾ ക്യാപ്പ് ഓഹരികൾ 10% ഇടിഞ്ഞു, മൈക്രോ ക്യാപ്പും ഏതാണ്ട് 10% ഇടിഞ്ഞു. മുഖ്യ വിപണിയിൽ അത്രയൊന്നും സംഭവിച്ചിട്ടില്ല. മുഖ്യ വിപണിയിൽ 3% താഴെയുള്ള ക്ഷീണമേ സംഭവിച്ചിട്ടുള്ളൂ. ഇന്ന് തന്നെയാണെങ്കിലും സെൻസെക്സ് 1.25%, നിഫ്റ്റി 1.5% മാത്രമാണ് താണിട്ടുള്ളത്. പക്ഷേ മറ്റ് മേഖലകളിൽ വലിയ തകർച്ചയാണുള്ളത്. അതിൽ തന്നെയും ചിലതരം ഓഹരികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ തകർച്ച എന്ന് പറയുന്നത് ഒരു സാധാരണഗതിയിൽ ചിന്തിക്കാൻ പോലും വയ്യാത്ത രീതിയിലാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വക പൊതുമേഖലാ സ്ഥാപനങ്ങൾ കുറേ എണ്ണമുണ്ട്. റൈറ്റ്സ്, IRSC, RVNL, MTNL, ഇർക്കോൺ, ഹഡ്കോ തുടങ്ങിയിട്ടുള്ളവയെല്ലാം 10% ഇടിഞ്ഞു. MRPL തുടങ്ങിയിട്ടുള്ള കമ്പനികളും 10% ഇടിഞ്ഞു. മെറ്റൽ മേഖലകളിലുള്ള നാൽക്കോ, അതുപോലെ NMDC, ഹിന്ദുസ്ഥാൻ കോപ്പർ തുടങ്ങിയവയും 10% താഴ്ചയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ സാധാരണഗതിയിൽ വരില്ല എന്ന് കരുതുന്നതായ തകർച്ച ഇവർക്കെല്ലാം നേരിട്ടിരിക്കുകയാണ്. അതുപോലെ അദാനി ഗ്രൂപ്പ് ഓഹരികൾ ഇന്ന് ഏതാണ്ട് 1 ലക്ഷത്തിൽ പരം കോടി രൂപയുടെ നഷ്ടമാണ് അവരുടെ വിപണി മൂല്യത്തിനുണ്ടായിട്ടുള്ളത്. ശരാശരി 7% അതിൻ്റെ ഓഹരികൾ താഴോട്ട് പോയത്. പവർ ഗ്രിഡ് കോർപ്പറേഷൻ, NTPC, കോൾ ഇന്ത്യ തുടങ്ങിയിട്ടുള്ളവയൊക്കെ 8 മുതൽ 10% ഇടിഞ്ഞു. അപ്പോൾ ഇങ്ങനെ വലിയ ഇടിവുകൾ എല്ലായിടത്തും വന്നിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം ഉയരുന്നത് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിപണിയിൽ നിന്ന് ഉടനെ ഓടിപ്പോകണമോ? വിപണിയിൽ നിന്ന് ഓടിപ്പോകേണ്ടതായ യാതൊരു സാഹചര്യവും നിലവിലില്ല. വിപണിയിൽ സ്മോൾ ക്യാപ്പുകളും മൈക്രോ ക്യാപ്പുകളും പോലും പലതും വളരെ വലിയ വളർച്ച സാധ്യതയുള്ളവയാണ്. പക്ഷേ പെട്ടെന്നൊന്നും വളർച്ചയിലേക്ക് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അവയെ കരുതലോടുകൂടി നോക്കുക. വളർച്ച സാധ്യത യഥാർത്ഥത്തിൽ ഉള്ളവയെ വിലയിരുത്തി അവ കൈവശം വയ്ക്കുകയും തുടരുകയും ചെയ്യുക. അല്ലാത്തവ ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ നല്ല ഓഹരികൾ വാങ്ങാം. മികച്ച ഓഹരികൾ ഇപ്പോൾ സെൻസെക്സും നിഫ്റ്റിയൊക്കെ ഒത്തിരി താഴ്ന്നപ്പോൾ സ്വാഭാവികമായിട്ടും ആ മേഖലയിലുള്ള പല ഓഹരികളും വളരെ മികച്ച പ്രകടനം വരുന്ന മാസങ്ങളിലും ക്വാർട്ടറുകളിലും അടുത്ത വർഷങ്ങളിലും ഒക്കെ എടുക്കാൻ കഴിവുള്ളതായ ഓഹരികൾ പലതും അവയിലുണ്ട്. അവ വാങ്ങിക്കൂട്ടാനുള്ള നല്ല അവസരമാണ്. മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് ഓഹരികളാണെങ്കിൽ പലപ്പോഴും പ്രലോഭനീയമായ നിലയിലേക്ക് തന്നെ അതിൻ്റെ വില എത്തിക്കൊണ്ടിരിക്കുകയാണ്. 1-2 ദിവസത്തിനകം ഇപ്പോഴത്തെ ഈ തിരുത്തൽ അവസാനിക്കും. അതിനുശേഷം ഈ ഓഹരികൾ പലതും വാങ്ങിക്കൂട്ടാവുന്ന സാഹചര്യം എത്തിച്ചേരും. അപ്പോൾ നിക്ഷേപകരെ പണം കൈവശമുള്ള നിക്ഷേപകരെ നല്ല അവസരമാണ് കൈവരുന്നത്. അല്ലാത്തവരെ പണം സമാഹരിച്ചിട്ടാണെങ്കിലും ഇപ്പോഴത്തെ താഴ്ചയിൽ നിന്ന് നേട്ടമുണ്ടാക്കാനായിട്ട് വാങ്ങിക്കൂട്ടാവുന്നതാണ്. അതാണ് വിപണിയുടെ ഒരു പ്രത്യേകത. വിപണി താഴുന്നു എന്നുള്ളതുകൊണ്ട് ഇനി എല്ലാ കാലത്തേക്കും വിപണി താഴോട്ട് പോവുകയില്ല. വിപണി ഉയരുന്നു എന്നുള്ളതുകൊണ്ട് എല്ലാ ദിവസവും ഉയർന്നു പോവില്ല. ഒരു കയറ്റം ഒരു ഇറക്കം, ഒരു കയറ്റം ഒരു ഇറക്കം എന്ന രീതിയിലാണ് പോകുന്നത്. ആ കയറ്റത്തിൻ്റെ തോത് പലപ്പോഴും കൂടി വരികയും ഇറക്കത്തിൻ്റെ തോത് കുറഞ്ഞു വരികയും ചെയ്യുന്നതാണ് സാധാരണഗതിയിലുള്ള വിപണി പ്രത്യേകത. ഇന്ന് കേരളത്തിൽ നിന്നുള്ള ബാങ്ക് ധനകാര്യ കമ്പനികൾ പലതിനും നല്ല ക്ഷീണം നേരിട്ടു. സൗത്ത് ഇന്ത്യൻ ബാങ്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുപോലെ ഇന്നും 5% ഇടിഞ്ഞ് 26 രൂപ 30 പൈസയായി.
ധനലക്ഷ്മി ബാങ്ക് 5% താഴോട്ട് പോയി. CSB ബാങ്ക് 5.76% താണു. ഫെഡറൽ ബാങ്ക് 3.13% താഴ്ന്ന് 147 രൂപയിൽ ക്ലോസ് ചെയ്തു. മുത്തൂറ്റ് 3.8% താണപ്പോൾ മണപ്പുറം ഫിനാൻസ് 5% താഴ്ന്ന് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇവയെല്ലാം ഇപ്പോഴത്തെ വിലയേക്കാളൊക്കെ മെച്ചപ്പെട്ട വില അർഹിക്കുന്നവയാണ് എന്നുള്ളത് മാത്രമാണ് എടുത്തു പറയാവുന്ന കാര്യം. അപ്പോൾ അതിന് പറ്റിയ സമയത്ത് നിക്ഷേപകർക്ക് ഇവയെ സമീപിക്കാവുന്നതാണ്. ഈ താഴ്ച നിക്ഷേപത്തിനുള്ള അവസരമായിട്ട് ഉപയോഗിക്കാൻ എല്ലാവർക്കും ചിന്തിക്കാവുന്നതാണ്. ഇതുപോലെ ഈ രംഗത്ത് ഇനി അമേരിക്കയുടെ വിലക്കയറ്റത്തിൻ്റെ കണക്കുകൾ വന്നിരുന്നു, ഇന്ത്യയുടെ വിലക്കയറ്റത്തിൻ്റെ കണക്കുകളിൽ വന്നിരുന്നു, വ്യവസായ ഉൽപ്പാദന സൂചിക വന്നിരുന്നു. വ്യവസായ ഉൽപ്പാദനം പ്രതീക്ഷിച്ചതുപോലെ വളർന്നില്ല. വിലക്കയറ്റത്തിൻ്റെ തോത് പ്രതീക്ഷിച്ചതുപോലെ അല്ലെങ്കിലും കണക്കാക്കിയതുപോലെ താഴ്ന്നിട്ടുണ്ട്. ഇനിയുള്ള മാസങ്ങളിലും വിലക്കയറ്റം കുറയും എന്ന് ഗവൺമെൻറ് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ആകണമെന്ന് നിർബന്ധമില്ലെന്നാണ് മറ്റ് സ്വകാര്യ ഏജൻസികളുടെയൊക്കെ നിഗമനം. ഏതായിരുന്നാലും അതുകളുടെ കാര്യങ്ങളും ഇന്ത്യയുടെ കയറ്റിറക്കുമതിയുടെ കണക്കുകളുമൊക്കെ വരുന്ന ദിവസങ്ങളിൽ വരുന്നുണ്ട്. ഇന്ത്യയിലെ മൊത്തവില സൂചികയുടെ കണക്ക് നാളെ വരും. ഇവയെല്ലാം കണക്കിലെടുത്തുകൊണ്ടായിരിക്കും വരുന്ന ദിവസങ്ങളിൽ വിപണി മുന്നോട്ട് പോവുക.